കോട്ടുവായൊക്കെ ഇടുന്നു. എന്നെ പോലെ തന്നെ ഉറക്കാന്ന് തോന്നണേ. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഈ പ്രഗ്നൻസി ജേർണിയുടെ ഏറ്റവും എക്സൈറ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഉള്ളത്. അപ്പോൾ ഈ ജെൻഡർ റിവ്യൂവിന് മുന്നേ ഉള്ള കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുള്ളത്. ഞങ്ങൾക്ക് 5th മന്ത് സ്കാനിങ്ങിന് പോയി കഴിഞ്ഞപ്പം കുഞ്ഞ് ഓക്കെ ആണോ എന്ന് അറിയുന്നതിൻ്റെ ഒപ്പം തന്നെ ഏറ്റവും സന്തോഷവും എക്സൈറ്റിംഗ് ആയിട്ടുള്ള കാര്യമായിരുന്നു ബേബിയുടെ ജെൻഡർ എന്താണെന്ന് അറിയാനുള്ള ആ ഒരു ത്വര. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ജെൻഡർ റിവീൽ ഫംഗ്ഷൻ നടത്തുന്നതിന് മുമ്പ് ഹാപ്പൻ ചെയ്ത കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും വീഡിയോ കാണാം. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോവാം. കാർഡ് തപ്പുമായിരുന്നു. എന്തിനാ കാർഡ്? സോ ഇന്ന് ഒരു ജെൻഡർ പറയും നമ്മുടെ അടുത്ത്. അപ്പം സാധാരണ ജെൻഡർ പറയില്ല, അല്ല തരും. അപ്പോൾ സാധാരണ നമ്മൾ സ്ഥിരം സ്കാൻ ചെയ്യുന്നിടത്തല്ല, നമ്മൾ കാണുന്ന ഹോസ്പിറ്റലിൽ തന്നെയാണ്. അപ്പോൾ അവിടെ ഈ കാർഡ് നമ്മൾ കൊണ്ടുപോകണം, അത് അവർ തരുമോയെന്ന് അറിയില്ലാത്തതുകൊണ്ട് ചുമ്മാ ഒരു കാർഡ് എടുത്തിട്ട് പോകാൻ വിചാരിച്ചു. അപ്പോൾ ഇവിടെ ഇങ്ങനെ ഓരോന്നിനും സെപ്പറേറ്റ് വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ബേബി ഷവറിൻ്റെ സെക്ഷനിലാണ്, പക്ഷെ ഇത് ബേബി ബോയ് ബേബി ഗേൾ അങ്ങനെ സെപ്പറേറ്റ്. അപ്പം ഞാൻ ഒരെണ്ണം കണ്ടുപിടിച്ച് കുറേ നേരം ഇനി നോക്കണം. ഇതെടുക്കാമെന്ന് ചോദിക്കും. ഇഷ്ടമായോ? വേറെ ഓപ്ഷൻ ഒന്നുമില്ലല്ലോ. വേറെ എല്ലാത്തിലും പർട്ടിക്കുലർലി ബോയ് ഗേൾ എന്ന് എഴുതിയേക്കപ്പോൾ ഓപ്പൺ ചെയ്ത് കാണിച്ചേ. ജസ്റ്റ് ഒരു Each and every new baby is a God's and miracle of love. പിന്നെ അകത്ത് Congratulations and blessings on your sweet expectations. അപ്പോൾ നമുക്ക് അവരോട് പറയാം ഇതിനകത്ത് എഴുതി തരാൻ. പിന്നെ ഇവിടെ ഒരു ചെറിയ ബൈബിൾ കോട്ടും ഉണ്ട്. അപ്പോൾ നമുക്ക് പോയാലോ? എക്സൈറ്റഡ് ആണോ? എനിക്ക് പേടി, ടെൻഷൻ ഉണ്ടല്ലേ? എനിക്കുണ്ട്, എന്നാലും കുഴപ്പമില്ല, എല്ലാം ഓക്കെ ആയിരിക്കും. ആത്മാവിലെ ചെറുകുട്ടി ഇതിൻ്റെ അകത്തുണ്ട്. തുറക്കാൻ ടെംപ്റ്റേഷൻ തോന്നുന്നു. ഇവിടെ ഇരിക്കുമോ? ഞാൻ പറയാം. ഞാൻ വീഡിയോ ഓഫ് ചെയ്തല്ലോ. അല്ല, വീഡിയോയിൽ പറയാം. സോ കുറച്ച് ലെങ്തി ആയിട്ടുള്ള, എല്ലാവർക്കും അറിയായിരിക്കും അല്ലേ, ലെങ്തി ആയിട്ടുള്ള ഇവാലുവേഷൻസ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അത്രയ്ക്ക് സഹകരിക്കുന്നുണ്ടായില്ല എന്ന് തോന്നുന്നു. അപ്പോൾ അവരിങ്ങനെ കുറേ നേരമൊക്കെ നോക്കിയിട്ടാണ് ഓരോന്ന് കണ്ടുപിടിച്ചത്. ഫൈനലി ഐ ഗോട്ട് ദിസ് ആൻഡ് ദേ ഗേവ് മീ എ പ്രിന്റ് ഓഫ് കോട്ടുവായൊക്കെ ഇടുന്നു. എന്നെ പോലെ തന്നെ ഉറക്കാന്ന് തോന്നണേ. ഞാൻ രണ്ടെണ്ണത്തെ നോക്കേണ്ടി വരും. അതൊക്കെ വേണ്ടി വീഡിയോ എടുക്കാൻ അവർ സമ്മതിച്ചില്ല. അതിനൊരു സങ്കടമുണ്ട്. പക്ഷെ അത് അവരുടെ റൂളാകുമ്പോൾ പിന്നെ നമുക്ക് അങ്ങനെ കൂടുതലൊന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെന്താണ്, ഇനിയിപ്പോൾ ഡോക്ടർ ഓക്കെ എന്ന് പറയണത് ഒരു ചെറിയ ടെൻഷൻ. കുഞ്ഞിനെ കിട്ടണ ടെൻഷനാണ്. എന്തിനാണ് ടെൻഷൻ അടിക്കണമെന്ന് മാത്രം എനിക്കറിയാൻ പാടില്ല. ഇതിന് ടെൻഷനുണ്ടോ? കോൾഡ് ആഡിയാ ഭയങ്കര കൂൾ ഡാഡി ഇരിക്കുള്ളൂ. അപ്പോൾ ഗൈസ്, ഞങ്ങൾക്ക് 5ാം മാസം സ്കാനിങ്ങിന് പോയപ്പോൾ ഞങ്ങളുടെ ജെൻഡർ എന്ന് എഴുതുന്ന കാർഡ് ഞങ്ങൾ ഇവർക്ക് കൊടുക്കുവാണ്. ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. ജെൻഡർ കീപ്പേഴ്സ് എന്ന് പറയാം. രണ്ടുപേരും കൂടി ഓക്കെ. If it goes around, it's a little girl. If it goes like this, back and forth, it's a little boy. Okay. And then we stop, we do it again to see how many kids you will have. If you don't have no more kids,
the needle will stop. Okay, that's good. നമ്മുടെ കുട്ടി പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്താണ് ആഗ്രഹം അല്ലേ എന്താ ഗസ് ചെയ്യുന്നേ പറഞ്ഞോ. ഞാൻ നേരത്തെ മുതല് എന്റെ മനസ്സില് കണക്ക് കൂട്ടിയേക്കുന്നത് ഒരു പെൺകുട്ടിയാണെന്നുള്ളതാണ്. അതിപ്പോ എന്റെ മനസ്സിൽ കുറെ സങ്കല്പങ്ങള്, അതായത് ഇതിനു മുമ്പുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഒരു കോർത്തിണക്കിക്കൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് ചിലപ്പോ മാറാം, എന്നാലും എന്റെ ഒരു ഗസ്സിങ് അതാണ്. ഓക്കെ. അടുത്ത അമ്മ എന്താ പറയുന്നേ? അമ്മ പറയുന്നത് അമ്മയുടെ ആഗ്രഹമല്ല, അല്ലെങ്കിൽ ഒരു ഗസിങ്ങും അല്ല. ഞാൻ ഏഞ്ചുമോളുടെ ഒരു ശരീരപ്രകൃതി ഒക്കെ കണ്ട് പൊതുവെ പണ്ട് കാലം മുതൽ നോർത്ത് ഇന്ത്യൻസ് പറയണ ഒരു ഇത് വെച്ചിട്ട് എന്റെ മനസ്സില് ഇത് ആൺകുട്ടി ആയിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കണേ. എന്ന് വിചാരിച്ച് എനിക്ക് ആൺകുട്ടി വേണമെന്നോ പെൺകുട്ടി അങ്ങനെയല്ല, ഏതായാലും ജെൻഡർ ഏതായാലും ഒരു കുഴപ്പമില്ല. പക്ഷെ ഏഞ്ചുന്റെ പ്രകൃതം കണ്ടിട്ട് എനിക്ക് ആൺകുട്ടിയാണെന്ന് തോന്നുന്നു. എനിക്ക് പെൺകുട്ടികളോടാണ് ഒരു ഇത് കൂടുതൽ. എന്ന് വെച്ച് നമുക്കിപ്പോ ഒരു ആൺകുട്ടിയാണെങ്കിലും സന്തോഷമുള്ള ആരോഗ്യമുള്ള ഒരു കുട്ടി വേണമെന്നാണ് ആഗ്രഹം. അപ്പോ എന്തായാലും പെൺകുട്ടിയാണെന്നാണ് എന്റെ മനസ്സ് പറയുന്നത്. പക്ഷെ അങ്ങനെയാണോന്നൊന്നുമില്ല. എങ്ങനെയാണെങ്കിലും നല്ലൊരു ആരോഗ്യമുള്ളൊരു കുഞ്ഞാണ്. കാരണം പെൺകുട്ടിയായിരിക്കാം. അപ്പൊ നിങ്ങക്ക് ബോയ് ബേബി ഇഷ്ടമില്ല? അങ്ങനെയല്ല, നീ പറ. നിനക്ക് സ്റ്റാൻഡ് വേണം. ഒന്നുകൂടി തുടങ്ങാം കേട്ടോ. പോയി പണി നോക്ക്. ഞാൻ നീ പറ. ബോയ് ബേബി ആയിരിക്കും. എന്ത് കുട്ടിയായാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും ആൺകുട്ടിയാണെന്നാണ് ഞാൻ ഗസ് ചെയ്യണത്. എന്ത് കുട്ടിയാലും കുഴപ്പമില്ല. ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ഈ മൊമെന്റില്. ചേച്ചീനെയും ചേട്ടനെയും പോലെ തന്നെ ഞങ്ങൾ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ് അവയ്ക്ക് വേണ്ടി. ഗേൾ ബേബി ആണെങ്കിലും ബോയ് ബേബി ആണെങ്കിലും കുഴപ്പമില്ല, ഒരു ഹെൽത്തി ബേബി ഉണ്ടായാൽ മതി. ഞാൻ അവളെ കണ്ടിട്ട് 2 വർഷം ആവാറായി. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അവളെ കാണാൻ പറ്റാത്തതിൽ. എസ്പെഷ്യലി ഈ ഒരു മൊമെന്റിൽ ഇപ്പോഴും നമ്മളെല്ലാവരും ഒന്നിച്ച് കൂടെ ഉണ്ടാവേണ്ട ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു ഗേൾ ബേബിയാണ്. എന്ത് ബേബി ആണെങ്കിലും മേമ ഭയങ്കരമായിട്ട് വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഗൈസ്, അപ്പോൾ ഞങ്ങൾക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയ ജെൻഡർ എഴുതിയ എൻവലപ്പ് ഞങ്ങൾ ഞങ്ങളുടെ ഫ്രണ്ട്സിന് കൊടുത്തു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്കറിയില്ല, അവർക്ക് മാത്രമേ അറിയുള്ളൂ. ഞങ്ങളും എല്ലാവരെയും പോലെ അറിഞ്ഞത് ജെൻഡർ റിവീൽ പാർട്ടിയുടെ സമയത്തായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഈ ജെൻഡർ റിവീൽ കുറച്ച് പ്രൊഡിക്ഷൻസും കുറച്ച് ഗെയിംസും എങ്ങനെയാണ് ജെൻഡർ റിവീൽ ചെയ്തെന്നുള്ളതൊക്കെ ആയിട്ട് കാണാം, അടുത്ത് കാണാം. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ഓക്കെ ഗൈസ്, ബൈ ബൈ.